ഒരാള് കണ്ണെടുത്ത കണ്ടൂടെ മൊത്തം നെഗറ്റീവ് വാ പൊളിച്ചെന്നാണേ പറയത്തുള്ളൂ. കടം മേടിച്ച ആൾക്കാർ തിരിച്ചു ചോദിക്കുമ്പോ എന്റെ സുധിച്ചേട്ടൻ എന്താണ് ഒരു സെലിബ്രിറ്റി അല്ലേ, നിങ്ങൾ എന്തിനാ അതിനകത്ത് ചെന്ന് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അവരിന്റെ നേരെ തെറി വിളിച്ച് വാട്സപ്പിൽ തെറി വിളിക്കുന്ന ഇയാള് അവരാണ് പൊന്നും വില കൊത്തിയെടുത്ത് കൊണ്ടുപോയത്. ഒരു ചുക്കുമില്ല. ബിഗ് ബോസ് പോയ ഒരു വ്യക്തിയാണ് ഞാനും. എത്രയൊക്കെ കിട്ടിക്കാണും എത്രയൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. മനസ്സിലായി? അപ്പൊ തള്ളുമ്പോ മയത്തിൽ തള്ളും. 50,000 രൂപ രേണുസുധിയുടെ പെർ ഡേ. ഹായ്, ഹലോ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസിലെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബിഗ് ബോസിൽ രേണു ഭയങ്കര കരച്ചിലാണ്. രേണുവിനെ കിച്ചുവിനെ കാണണം, എൻ്റെ കിച്ചുമോനെ, പൊന്നെ, ചക്കരേ, മുത്തേ വിളിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല മോനെ, എന്ത് ചെയ്യാനാണ് ഞാൻ മോനെ, എന്നെ ഒന്ന് വിളിക്കും മോനെ, ചച്ചോ മോനെ. നാടകമേ ഉലകം. എന്താ നാടകീയത! ഇതുപോലൊരു നാടകം രേണുവിനല്ലാതെ വേറെ ആർക്ക് അഭിനയിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ? രേണു ബിഗ് ബോസിൽ പോയിട്ട് ഒരു കണ്ടന്റും ക്രിയേറ്റ് ചെയ്യാതെയാണ് ഇരിക്കുന്നത്. മറ്റുള്ളവരോട് അടി കൂടാൻ ഭയങ്കര നാക്കിന്റെ നീളം സഹിക്കാൻ പറ്റില്ലേ? എങ്ങനെ ഈ പിള്ളേരൊക്കെ സഹിക്കും? അതിനകത്തിരിക്കുന്ന ആൺപിള്ളേർക്ക് തന്നെ ഇവളുടെ അലർച്ച സഹിക്കാൻ പറ്റുന്നില്ല എന്നാ അപ്പൊ പറയണത്. അനീഷിനെയൊക്കെ അടിക്കാൻ കൈ ഓങ്ങിയ പോലെ കൈ പൊക്കി വന്നിട്ടുണ്ടായിരുന്നു. അടിച്ചിട്ടില്ല, അടിക്കാൻ വന്നതാണ്. അതായത് ഞാൻ നിനക്ക് 2 തരും എന്ന രീതിയിൽ, 2 അടി തരും എന്നുള്ള രീതിയിലാണ് കയ്യും പൊക്കിക്കൊണ്ട് വന്നത്. അനീഷ് തിരിച്ചടിക്കാതിരുന്നത് നന്നായി. എന്നാ പിന്നെ ഇപ്പൊ റോക്കിയും സിജോയും കഴിഞ്ഞ ബിഗ് ബോസിൽ അടി കൂടിയതുപോലെ ആയേനെ. 2-ൽ ഒരാൾക്ക് പുറത്ത് കടന്ന് പോരാൻ പറ്റുമായിരുന്നു. അതാ അനീഷിനെ അവര് പുറത്താക്കും. രേണു വിധവയാണ്. വിധവകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ പ്രസന്റ് ചെയ്ത്, വിധവകളെ പ്രസന്റ് ചെയ്ത് വിധവാ കാർഡ് അങ്ങനെ ഇറക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറക്കുന്ന കാർഡ് സുധിക്കാർഡാണ്. സുധിച്ചേട്ടന് വേണ്ടി വന്നതാണ്. സുധിച്ചേട്ടന് വേണ്ടി സുധിച്ചേട്ടന് വേണ്ടി വന്നിരിക്കുന്നു. സുധി ജീവിച്ചിരിക്കുമ്പം സ്വൈര്യം കൊടുത്തിട്ടില്ല എന്ന് സുധിയുടെ എല്ലാ ഫ്രണ്ട്സും പറയുന്നുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്വൈര്യവും സമാധാനവും കൊടുക്കാത്തൊരു ഭാര്യ. എന്താണ് ഇപ്പൊ ബിഗ് ബോസിൽ വന്നിട്ട് പറയണത്? സുധിച്ചേട്ടാ ഞാൻ എത്തീന്ന്. സുധി ആദ്യം എത്തിയിട്ടുണ്ട്, പിന്നാലെ ഇവളെത്തി. അതാണ് ഞാൻ എത്തിന്ന് പറയണത്. അത് കഴിഞ്ഞ് ഇപ്പൊ കിച്ചുവിന്റെ നേരെയാണ് തിരിഞ്ഞിരിക്കണേ. കിച്ചുവിനെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എൻ്റെ മോനെ, പൊന്നെ, ചക്കരേ, വാവേ, മാമുണ്ണാൻ വാ, അമ്മയ്ക്ക് മാമുണ്ണാൻ പറ്റണില്ല, അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് കരയണം. റണ ഫാത്തിമാനെ ഇട്ടിട്ട് അവിടെ പൊരിക്കുന്നുണ്ട് കുറച്ച് പേര്. പാവം ആ റെന ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ പക്വതയായി വന്നിട്ടേ ഉള്ളൂ. അത് 19 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അവിടെ ഉള്ളവരുടെക്കാൾ എല്ലാവരെക്കാളും പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ് റെന ഫാത്തിമ. ആ പെൺകുട്ടിയെ ഇട്ടിട്ട് എല്ലാവരും കൂടെ ചേർന്ന് അവളെ അവിടെ സൈലന്റ് ആക്കാൻ നോക്കുന്നുണ്ട്. റെന ഫാത്തിമ അത്യാവശ്യം നന്നായിട്ട് കളിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കണേ. കളിച്ച് കപ്പ് നേടിയില്ലെങ്കിലും കുറച്ച് ദിവസമൊക്കെ ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ തന്നെ അവളുടെ വിജയമാണത്. റെന ഫാത്തിമേനെ ഞാൻ സപ്പോർട്ട് ചെയ്യണു. ഓക്കെ, ദയാച്ചൊരു കാർഡുമായിട്ട് വന്നിട്ടുണ്ട്. രേണുസുധിക്കെതിരെ ദയാച്ചു ഒരു കാർഡുമായിട്ട് വന്നിട്ടുണ്ട്. ദൈവം തമ്പുരാനെ, ഞാനത് കേട്ടിട്ട് ചിരിച്ചിട്ട് എനിക്ക് എങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തതെന്ന് ആലോചിച്ചു പോയിട്ടുണ്ട് ഞാൻ. ദയാച്ചുനെ സമ്മതിച്ചിരിക്കുന്നത്. ദയാച്ചു പലപ്പോഴും രേണുസുധിയെ പറ്റിയിട്ട് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പം നമ്മൾ നോക്കി നിന്ന് പോകും. എന്തിങ്ങനെയൊക്കെ പറയണേ, എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നെന്നുള്ളത് തോന്നാറുണ്ട് എനിക്ക്. അനീഷ് എപ്പോൾ നോക്കിയാലും ഒരു ചായക്കപ്പുമായിട്ട് നടക്കണത് തന്നെയാണ് കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരു ചായക്കപ്പ് ഉണ്ടാവും, ചായ അല്ലെങ്കിൽ വെള്ളമായിരിക്കും, ഒരു കപ്പും കയ്യിലുണ്ടാവും. കപ്പൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ്. ചില കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അനീഷ് പറയും, ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ശരി, അങ്ങനെ അനീഷിന്റെ കഥകളൊക്കെ അങ്ങനെയാണ്. പാവം രേണുവിനെ ബിഗ് ബോസിൽ ഇരിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ ഞാൻ കടന്നു പോകും?
എനിക്ക് കിച്ചുമോനെ കാണാതെ ഇരിക്കാനേ പറ്റുന്നില്ല. എൻ്റെ കിച്ചുമോനെ, നീ ഒന്ന് അമ്മേനെ വിളിക്കൂ എന്നാണ് ചോദിക്കുന്നത്. രേണുവിനെ കിച്ചു വിളിച്ചാൽ മാത്രമാണ് രേണുവിന് ഇനി അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഒരു ഫോൺ കോളിലൂടെ ഒന്ന് സംസാരിച്ചാൽ മതി. വീഡിയോയിലൊന്നും വന്ന് കാണണമെന്നൊന്നുമില്ല. ഒന്ന് വിളിച്ചെന്നെ സമാധാനപ്പെടുത്ത്. ഞാൻ ആകെ വിഷമത്തിലാണെന്നാണ് പറയണത്. എന്ത്, എവിടുത്തെ കിച്ചുമോനെ, ആരെ കിച്ചുമോന്?